ഹായ് നമസ്തേ വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ. ഞാൻ ദീപ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു പാൽഗോവ ഉണ്ടാക്കാൻ പോവുകയാണ്. പാൽഗോവ നമ്മുടെ നന്ദിനിക്കുട്ടിയുടെ പാലെടുത്താണ് പാൽഗോവ ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് പാൽഗോവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വരൂ വീഡിയോ. ഇതുപോലുള്ള ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് നമുക്ക് പാല് കാച്ചി വരുന്നത്. 2 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ അത്രയും നെയ്യാണ്. ആ നെയ്യ് ഞാൻ ഒരു സ്പൂൺ കൊണ്ട് എടുക്കുകയാണ്. ഇത് രാവിലത്തെ പാലാണ്. അതിനെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് വൈകുന്നേരം എടുക്കുമ്പോൾ ഇതുപോലെ പാട പോലെ നെയ്യ് തങ്ങി നിൽക്കും. അതിനെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് വെണ്ണ ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഈ 2 ലിറ്റർ പാലിന് ഇത് 1 ലിറ്ററാണ്. ഇനി ഞാൻ എടുത്ത് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ 2 ലിറ്റർ പാലാണ് ഞാനിതിൽ ഗോവ ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് 100 ഗ്രാം ഒരു ബൗളിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബൗള് 100 ഗ്രാമാണ്. ഇതിനെ ഞാൻ 2 പ്രാവശ്യമായിട്ട് തട്ടും. അപ്പോൾ 2 ലിറ്റർ പാലിന് 200 ഗ്രാം പഞ്ചസാരയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുക. ഏകദേശം ഈ പരുവത്തിലെത്തുമ്പോൾ നമ്മൾ കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇതുപോലെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തീയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായി ചൂട് മാറിയതിന് ശേഷം ഒരു ബൗളിൽ നമുക്ക് എടുക്കാം. ഇതാണ് പാൽഗോവ. അപ്പോൾ പാൽഗോവ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് പറയാം. ടേസ്റ്റ് ഒന്നുമല്ല, നല്ല മധുരമാണ്. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിട്ടും കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.